ولا يحض على طعام المسكين അഗതിയുടെ ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ്. ത്വആമിൽ മിസ്കീൻ എന്നതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അവൻ അഗതികളുടെ അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. അഗതികൾക്ക് നൽകപ്പെടുന്ന ആഹാരം അത് നൽകുന്നവരുടേതല്ല, അത് ലഭിക്കുന്ന അഗതികളുടെ തന്നെ ആഹാരമാണ്. നൽകുന്നവർക്ക് അവരോടുള്ള ബാധ്യതയാണത്. ഭക്ഷണം നൽകുന്നവൻ അവനോട് ദാക്ഷിണ്യം കാണിക്കുകയല്ല, അവരുടെ അവകാശം വകവെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ സമ്പത്തിൽ ചോദിക്കുന്നവർക്കും ജീവിതമാർഗം വിലക്കപ്പെട്ടവർക്കും അവകാശമുണ്ട് എന്ന് സൂറ അദ്ദാരിയാത്ത് 19 സൂക്തത്തിൽ പ്രസ്താവിച്ചതും ഇതേ ആശയം തന്നെയാണ്. ലാ യഹുല്ലു എന്ന വാക്കിന്റെ താൽപര്യം ഇപ്രകാരമാണ്: അയാൾ സ്വന്തം മനസ്സിനെ അതിന് സന്നദ്ധമാക്കുന്നില്ല. പാവങ്ങൾക്ക് അന്നം കൊടുക്കേണ്ടതാണെന്ന് തന്റെ വീട്ടുകാരോട് പറയുന്നുമില്ല. സമൂഹത്തിലെ വിശന്നു വലയുന്ന പാവങ്ങൾക്കും നിസ്സഹായർക്കും അവരുടെ അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവരുടെ വിശപ്പകറ്റാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുമില്ല. ഇവിടെ അല്ലാഹു 2 പ്രകടമായ ഉദാഹരണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കി തരുന്നത് പരലോക നിഷേധികളായ ആളുകളിൽ ഏതുതരം സ്വഭാവ ദൂഷ്യങ്ങളാണ് വളരുന്നത് എന്നാണ്. യഥാർത്ഥ ഉദ്ദേശ്യം ഈ 2 സംഗതികളെ മാത്രം വിമർശിക്കുകയല്ല. പരലോകത്തെ അംഗീകരിക്കാത്തവരിൽ അനാഥകളെ ആട്ടിയോടിക്കുക, അഗതികൾക്ക് ആഹാരം നൽകാൻ പ്രേരിപ്പിക്കാതിരിക്കുക എന്നീ 2 ദുഷ്ടതകൾ മാത്രമേ ഉണ്ടാകൂ എന്നുമല്ല. ആ മാർഗഭ്രംശത്തിന്റെ ഫലമായി പ്രകടമാകുന്ന എണ്ണമറ്റ ദൂഷ്യങ്ങളിൽ നിന്ന് ഉദാഹരണമായി മാന്യനും സൽപ്രകൃതിയുമായ ആരും അങ്ങേയറ്റം ദുഷ്ടമെന്നും നികൃഷ്ടമെന്നും സമ്മതിക്കുന്ന 2 കാര്യങ്ങൾ എടുത്തു കാണിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും ഉദ്ദേശ്യമുണ്ട്. ഇതേ മനുഷ്യൻ ദൈവത്തിനു മുമ്പിൽ ഹാജരാകേണ്ടി വരുമെന്നും അവനോട് സമാധാനം പറയേണ്ടതുണ്ടെന്നും സമ്മതിക്കുന്നുവെങ്കിൽ അയാളിൽ നിന്ന് ഒരിക്കലും ഇത്രത്തോളം നീചമായ ചെയ്തികൾ ഉണ്ടാവില്ല. അയാൾ അനാഥരുടെ അവകാശങ്ങൾ കവരുകയില്ല, അവരെ പീഡിപ്പിക്കുകയില്ല, ആട്ടിയോടിക്കുകയില്ല, അഗതികൾക്ക് സ്വന്തം നിലയ്ക്ക് ആഹാരം കൊടുക്കാതിരിക്കുകയുമില്ല, അഗതികൾക്ക് ആഹാരം കൊടുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാതിരിക്കുകയുമില്ല. ഫദാലിക്കല്ലദീ എന്നാണ് ആയത്തിലുള്ളത്. ഈ വാക്ക് ഒരു പൂർണ്ണവാചകത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: നിനക്കറിയില്ലെങ്കിൽ നമുക്കറിയാം, അവൻ ഇങ്ങനെയുള്ളവനാണെന്ന്. അല്ലെങ്കിൽ അവന്റെ പരലോക നിഷേധം മൂലം അവൻ ഇങ്ങനെയുള്ളവനാകുന്നു. ഫവൈലുൽ ലിൽമുസല്ലീൻ എന്നാൽ ആ നമസ്കാരക്കാർക്ക് നാശമാണുള്ളത്. ഫവൈലുൻ ലിൽ മുസല്ലീൻ എന്നാണ് മൂലവാക്ക്. ഇവിടെ ഫ എന്ന അക്ഷരം പരലോകത്തെ പരസ്യമായി നിഷേധിക്കുന്നവരുടെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ കേട്ടതാണെന്നും ഇനി നമസ്കരിക്കുന്നവരുടെ, അതായത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കപടവിശ്വാസികളുടെ അവസ്ഥ കേട്ടുകൊള്ളുക എന്നുമുള്ള അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളാണെങ്കിലും പരലോകത്തെ കള്ളമെന്ന് കരുതുന്നവരാണ്. അതുമൂലം എന്ത് നാശമാണ് അവർ സ്വയം വരുത്തിവെക്കുന്നതെന്ന് നോക്കുക. മുസ്വല്ലീൻ എന്ന പദത്തിനർത്ഥം നമസ്കാരം നിർവഹിക്കുന്നവർ എന്നാണ്. എന്നാൽ ഇവിടെ ഈ പദം പ്രയോഗിച്ച സന്ദർഭവും തുടർന്ന് പറയുന്ന ആളുകളുടെ ഗുണങ്ങളും പരിഗണിക്കുമ്പോൾ ഈ പദത്തിനർത്ഥം നമസ്കാരക്കാരനാവുക എന്നല്ല, മറിച്ച് നമസ്കാരക്കാരിൽ അഥവാ മുസ്ലിങ്ങളിൽപ്പെട്ടവനാവുക എന്നാണ്. الذين هم عن صلاتهم ساهون സ്വന്തം നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാകുന്ന നമസ്കാരക്കാർക്ക്. നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലതും മറന്നുപോവുക എന്നത് ശരീഅത്തിൽ നിഫാഖ് ആകുന്നത് പോയിട്ട് കുറ്റകരം പോലുമല്ല, എന്നല്ല ആക്ഷേപമർഹിക്കുന്ന ഒരു തെറ്റേയല്ല. പ്രവാചകന് പോലും ചിലപ്പോൾ നമസ്കാരത്തിനിടയിൽ മറവി സംഭവിച്ചിട്ടുണ്ട്. അതിന് പരിഹാരമായിട്ടാണ് തിരുമേനി മറവിയുടെ സുജൂദ് നിർദ്ദേശിച്ചത്. ഇതിൽ നിന്ന് ഭിന്നമായി അവർ തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമസ്കരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ദൃഷ്ടിയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ നമസ്കരിക്കുന്നു, ചിലപ്പോൾ ഇല്ല. ചിലപ്പോൾ സമയത്തിന് നമസ്കരിക്കുന്നു, ചിലപ്പോൾ സമയം തീരെ അവസാനിക്കാറാകുമ്പോൾ എഴുന്നേറ്റ് 4 വട്ടം കുത്തിമറിയുന്നു. അല്ലെങ്കിൽ നമസ്കാരത്തിനൊരുങ്ങുമ്പോൾ താൽപര്യമില്ലാതെ ഒരുങ്ങുകയും മനമില്ലാ മനസ്സോടെ മടുപ്പോടെ അത് നിർവഹിക്കുകയും ചെയ്യുന്നു. അവൻ വസ്ത്രങ്ങൾ തെരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കോട്ടുവായിട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ഉള്ളിൽ ദൈവസ്മരണയുടെ നിഴൽ പോലും ഉണ്ടായിരിക്കില്ല. നമസ്കരിക്കുകയാണെന്ന ബോധമില്ല. താൻ എന്താണ് ഉരുവിടുന്നത് എന്ന വിചാരവുമില്ല. നൃത്തമോ റുക്കുവോ സുജൂദോ ഒന്നും
വേണ്ടവണ്ണം പൂർത്തിയാക്കാതെ ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും നമസ്കാരം. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നമസ്കാരത്തിന്റെ കോലം കാട്ടി വിരമിക്കാനായിരിക്കും ശ്രമം. എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ നമസ്കരിച്ചു കളയാമെന്ന് വെക്കുന്ന പലരുമുണ്ട്. ആ ഇബാദത്തിന് അവരുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. നമസ്കാര സമയമായാൽ അത് നമസ്കാര സമയമാണെന്ന ബോധമേ അവരിലുണ്ടാകുന്നില്ല. മുഅദ്ദിനിന്റെ ശബ്ദം കാതിൽ പതിക്കുമ്പോൾ ആ വിളംബരം എന്താണെന്നോ ആരോടാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ അവർ ചിന്തിക്കുകയേയില്ല. ഇതുതന്നെയാണ് പരലോകത്തിൽ വിശ്വാസമില്ലാത്തതിന്റെ ലക്ഷണം. ഇസ്ലാംവാദികളുടെ ഈ കർമ്മരീതിക്ക് കാരണം നമസ്കാരം നിർവഹിക്കുന്നതിന് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുമെന്നോ അത് നിർവഹിക്കാതിരിക്കുന്നത് മൂലം വല്ല ശിക്ഷയും ലഭിക്കുമെന്നോ അവർക്ക് ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമില്ല എന്നതാകുന്നു. ഈ അടിസ്ഥാനത്തിൽ അനസ് ബിൻ മാലിക്കും അതാഉ ബിൻ ദീനാറും പറയുകയുണ്ടായി, നമസ്കാരത്തിൽ അശ്രദ്ധരായി എന്ന് പറയാതെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായി എന്നരുളിയ അല്ലാഹുവിന് സ്തുതി. അതായത് നമസ്കാരത്തിൽ മറവി സംഭവിക്കുക നമുക്ക് സാധാരണമാണ്. പക്ഷേ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധമാവാറില്ല. അതുകൊണ്ട് നമ്മൾ കപടവിശ്വാസികളിൽ പെടുകയില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കാരത്തിൽ മറ്റു ചിന്തകൾ കടന്നുവരിക എന്നതും തീരെ നമസ്കാരം ശ്രദ്ധിക്കാതെ അതിൽ എപ്പോഴും മറ്റു കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നതും വ്യത്യസ്തമായ രണ്ടു കാര്യങ്ങളാകുന്നു. ആദ്യത്തേത് മനുഷ്യസഹജമായ ദൗർബല്യമാണ്. തന്റെ ചിന്ത നമസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുമ്പോൾ വീണ്ടും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മുഅ്മിൻ ശ്രമിക്കുന്നു. രണ്ടാമത്തേത് നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുക എന്നതിന്റെ നിർവചനത്തിൽപ്പെട്ടതാണ്. കാരണം അതിൽ അവൻ നമസ്കാരത്തിന്റെ ബാഹ്യരൂപം കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവന്റെ മനസ്സിൽ ദൈവസ്മരണയുടെ ഉദ്ദേശ്യമില്ല. നമസ്കാരം തുടങ്ങി സലാം വീട്ടുവോളം ഒരു നിമിഷം പോലും അവൻ അല്ലാഹുവിൽ മനസ്സൂന്നുന്നില്ല. ഏത് വിചാരങ്ങളുമായി നമസ്കാരത്തിൽ പ്രവേശിച്ചുവോ അതേ വിചാരങ്ങളിൽ തന്നെ മുഴുകിക്കഴിയുന്നു. الذين هم يراءون അവർ കപടനാട്യക്കാരാകുന്നു. ഈ വാക്യം ഒരു സ്വതന്ത്ര വാക്യമാകാം, മുൻവാക്യവുമായി ബന്ധപ്പെട്ടതുമാകാം. ഒരു സ്വതന്ത്ര വാക്യമാണെന്ന് വെച്ചാൽ അർത്ഥമിതായിരിക്കും: അവൻ നിഷ്കളങ്കമായ ഉദ്ദേശ്യത്തോടെ അല്ലാഹുവിനു വേണ്ടി ഒരു സൽക്കർമ്മവും ചെയ്യുകയില്ല. ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. ഈ വാക്യം മുൻവാക്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ അതിന്റെ താൽപര്യം ഇപ്രകാരമായിരിക്കും: അവൻ കാണിക്കാനുള്ള നമസ്കാരമാണ് നിർവഹിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ മൊത്തത്തിൽ മുൻഗണന നൽകിയിട്ടുള്ളത് ഈ രണ്ടാമത്തെ അർത്ഥത്തിനാണ്. وَيَمْنَعُونَ الْمَاعُونَ ചെറിയ ചെറിയ പരോപകാരങ്ങൾ പോലും വിലക്കുന്നവരാകുന്നു. അലി ഇബ്നു ഉമർ, സഈദ് ബിൻ ജുബൈർ, ഖത്താദ, ഹസൻ ബസ്വരി, മുഹമ്മദ് ബിൻ ഹനഫിയ, ലഹാഖ്, ഇബ്നു സെയ്ദ്, ഇക്രിമ, മുജാഹിദ്, അത്വാ, സുഹരി തുടങ്ങിയവർ ഇതിന്റെ ഉദ്ദേശ്യം സക്കാത്താണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ്, ഇബ്രാഹിം നഖഈ, അബൂ മാലിക് എന്നിവരും മറ്റനേകം മഹാന്മാരും അഭിപ്രായപ്പെട്ടത് ഇതുകൊണ്ട് ഉദ്ദേശ്യം പൊതുവായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണെന്നത്രേ. സഈദ് ബിൻ ജുബൈർ, മുജാഹിദ് എന്നിവരുടെ ഒരു പ്രസ്താവനയും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശ്യം സക്കാത്തും കൊച്ചു കൊച്ചു പൊതു ഉപകാരങ്ങളുമാണെന്ന് ഒരു പ്രസ്താവനയും അലിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്കു വേണ്ടി കേവലം സാധാരണമായ ഉപകാരങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാവാത്ത സങ്കുചിതനായിരിക്കും പരലോക നിഷേധിയെന്നാണ് സൂക്തത്തിന്റെ പൊതുവായ താൽപര്യം.